ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളും നിങ്ങൾ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക്. +1 സോഷ്യോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ സൊസൈറ്റി, ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ സ്കോപ്പ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ സോഷ്യോളജിയുടെ വ്യാപ്തി എന്തെല്ലാമാണ്, എത്രമാത്രമാണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എനി അതർ ടു സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ. അതായത് സമൂഹശാസ്ത്രവും ഏതെങ്കിലും മറ്റ് 2 സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ഹൗ ദ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് ഹെൽപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. അതായത് സമൂഹശാസ്ത്രത്തിൻ്റെ വികാസത്തിന് ഭൗതിക ആശയങ്ങളും അതുപോലെ തന്നെ ഭൗതിക പ്രശ്നങ്ങളും എങ്ങനെ സഹായിച്ചു എന്ന് പഠിച്ചിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റേഷൻ വന്നുള്ള ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ, ടേംസ്, കോൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോള്. അതായത് ആർജിത പദവിയും അതുപോലെ തന്നെ ആരോപിത പദവിയും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക. കൂടാതെ സ്റ്റാറ്റസും റോളും തമ്മിലുള്ള വ്യത്യാസം, പദവിയും പങ്കും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ആൻഡ് കമ്പയർ കാസ്റ്റ് ആൻഡ് ക്ലാസ് ആസ് മീൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക വർഗീകരണത്തിനുള്ള മാർഗമായി ജാതിയും വർഗവും, അപ്പോൾ ഇത് വിവരിക്കുകയും അതുപോലെ താരതമ്യം ചെയ്തും എഴുതേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, sociologists have categorized social groups into different types. Explain. സോഷ്യോളജിസ്റ്റ് അതായത് സാമൂഹ്യ ശാസ്ത്രജ്ഞര് സാമൂഹിക ഗ്രൂപ്പുകളെ വ്യത്യസ്ത തരങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിശദമായി പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ചാപ്റ്റർ, അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫോംസ് ഓഫ് ഫാമിലി ആൻഡ് ഹൗ ദ ഫാമിലീസ് ആർ ലിങ്ക്ഡ് ടു അതർ സ്പിയേഴ്സ്. അതായത് കുടുംബത്തിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചും അതുപോലെ കുടുംബങ്ങൾക്ക് മറ്റു മേഖലകളുമായി അല്ലെങ്കിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും വിശദമായും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോംസ് ഓഫ് മാരേജ് ആൻഡ് പോയിന്റ് ഔട്ട് ദ റൂൾസ് ഓഫ് മാരേജ്. അതായത് വിവിധ തരത്തിലുള്ള വിവാഹങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ വിവാഹത്തിലെ നിയമങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മോഡേൺ ഫോം ഓഫ് വർക്ക് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് പുതിയ രീതി, ആധുനിക രീതിയിലുള്ള വിവിധ തരത്തിലുള്ള വർക്കുകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ തൊഴിലാളി വിഭജനം എങ്ങനെയാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ, കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോഷ്യലൈസേഷൻ, ലിസ്റ്റ് ഔട്ട് ദ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻസ് ആൻഡ് ഇവാലുവേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഏജൻസീസ് ഇൻ യുവർ സോഷ്യലൈസേഷൻ പ്രോസസ്. എന്താണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്താണെന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ സാമൂഹീകരണത്തിൻ്റെ ഏജൻസികൾ എന്തെല്ലാമാണ്, അവയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എത്നോസെൻട്രിസം ആൻഡ് കോസ്മോപൊളിറ്റനിസം. എന്താണ് വംശീയ കേന്ദ്രാത്മകതയെന്നും സാർവജനീനതയെന്നും അവ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്, റിപ്പീറ്റേഷൻ വന്നുള്ള ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൾച്ചർ ആൻഡ് ഡിസ്കസ് 3 ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. എന്താണ് കൾച്ചർ, എന്താണ് സംസ്കാരമെന്നും സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ വ്യത്യസ്ത ഡയമെൻഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ, ഡൂയിങ് സോഷ്യോളജി റിസർച്ച് മെത്തേഡ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സർവേ മെത്തേഡ് ആൻഡ് ഫീൽഡ് വർക്ക് മെത്തേഡ്. സർവേ മെത്തേഡിൻ്റെയും ഫീൽഡ് വർക്ക് മെത്തേഡിൻ്റെയും മേന്മകൾ എന്തെല്ലാമാണ്, അതുപോലെ പരിമിതികൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ വിത്ത് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ, എന്താണ് പങ്കാളിത്ത നിരീക്ഷണമെന്നും അവയുടെ മേന്മകൾ എന്തെല്ലാമാണെന്നും അവയുടെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
Third question, explain the various types of interviews and the merits and demerits of interview. എന്തെല്ലാമാണ് വിവിധ തരത്തിലുള്ള ഇന്റർവ്യൂസ്, വിവിധ തരത്തിലുള്ള അഭിമുഖങ്ങൾ എന്തെല്ലാമാണ്, അഭിമുഖങ്ങളുടെ മേന്മകൾ എന്തെല്ലാമാണെന്നും പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സോഷ്യോളജിയുടെ സെക്കൻഡ് പാർട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി. ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ഇൻ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ ബേസിക് ഫോം ഓഫ് അഡ്വാൻറ്റേജസ് വിച്ച് പ്രിവിലേജ് ഗ്രൂപ്പ്സ് എൻജോയ്. പ്രിവിലേജ് ഗ്രൂപ്പ്സിന്, അതായത് സമൂഹത്തിലെ വിശേഷ അവകാശമുള്ള വിഭാഗങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, എന്താണ് സാമൂഹിക ഘടനയെന്നും അതുപോലെ എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം എന്താണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഷ്യൽ ഓർഡർ ആൻഡ് അനലൈസ് ദ പ്രോസസ് ദാറ്റ് ഹെൽപ് ടു എൻഷുർ സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ റൂറൽ സൊസൈറ്റീസ്. എന്താണ് സാമൂഹ്യ ക്രമമെന്നും പഠിക്കുക. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലും സാമൂഹ്യ ക്രമവും സാമൂഹ്യ മാറ്റവും ഉറപ്പുവരുത്തുന്ന പ്രക്രിയകൾ എന്തെല്ലാമാണെന്നും വിശദമായും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആർ ഓൾസോ സോഷ്യൽ പ്രോബ്ലംസ്. എന്തുകൊണ്ടാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരു സാമൂഹിക പ്രശ്നമായി മാറുന്നത്, എന്തുകൊണ്ടാണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്യൂറോക്രസി ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് ബ്യൂറോക്രസി, അതുപോലെ തന്നെ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. മെക്കാനിക്കലും അതുപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കോൺസെപ്റ്റ്. എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നും വെൽഫെയർ സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റ് എന്താണ്, ആശയങ്ങൾ എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് പ്രൊപ്പൗണ്ടഡ് ബൈ GS ഖുരെ. GS ഖുരെ നിർദ്ദേശിച്ച ജാതിയുടെ സവിശേഷത എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതും 8 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 സോഷ്യോളജിയുടെ മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതായത് കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഓഫ്. ഓക്കെ.